മർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോട് കൂടെയുള്ളത് ദീനസേവന സഭയുടെ വൈസ് ജനറാളും ഈ സഭയുടെ സ്ഥാപകയായ മദർ പേത്രയുടെ നാമകരണ നടപടികളുടെ കണ്ണൂർ രൂപതാതല അപ്പോസ്റ്റലേറ്ററുമായ സിസ്റ്റർ വന്ദനയാണ്. സിസ്റ്റർ വന്ദന, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സന്യാസ ജീവിതത്തിന് 40 വർഷങ്ങൾ പിന്നിട്ട സിസ്റ്ററിൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ വീട് തലശ്ശേരി രൂപതയിലെ കരിക്കോട്ടക്കരി ഇടവകയാണ്. എനിക്ക് ചാച്ചനും അമ്മച്ചിയും ഞങ്ങൾ സഹോദരന്മാർ 9 മക്കളുമാണുള്ളത്. 5 ആണുങ്ങൾ 4 പെണ്ണുങ്ങൾ. പെൺകുട്ടികളിൽ മൂത്തതാണ് ഞാൻ കോൺവെൻറ്റിൽ 72 ചേർന്നത്. കുടുംബത്തെക്കുറിച്ച് പപ്പ അമ്മ അവരെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? കുടിയേറ്റ കർഷകരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. പറഞ്ഞു കേട്ടിട്ടുണ്ട്, മലബാറിൽ വരുമ്പോൾ ഭയങ്കര കാടായിരുന്നു. അതെല്ലാം വെട്ടി തെളിച്ച് അവർ സ്ഥലത്ത് കൃഷികളൊക്കെ ഇറക്കി വളരെ ബുദ്ധിമുട്ടിയാണ് ആദ്യത്തെ 1 വർഷം ജീവിച്ചതെന്ന് കേട്ടിട്ടുണ്ട്. പിറ്റത്തെ വർഷം തുടങ്ങി അവർ ഞാൻ എൻ്റെ ചാച്ചനും അമ്മച്ചിയും മലബാറിൽ വന്ന് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ തുടങ്ങി ധാരാളം നടുതല, അതായത് കപ്പയും ചേമ്പും അങ്ങനെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി അത് കഴിക്കാൻ ഞങ്ങൾ മക്കളധികം ഇല്ല അന്ന്. പക്ഷേ പിന്നെ പഞ്ഞം ഉണ്ടായിട്ടില്ല എന്ന് എൻ്റെ അമ്മച്ചി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ചോറൊക്കെ ഉണ്ണുമ്പം അങ്ങനെ തൂവിക്കളയുമ്പോൾ അങ്ങനെ പറഞ്ഞു, നിങ്ങളൊന്നും ദാരിദ്ര്യം അറിഞ്ഞിട്ടില്ല മക്കളെ, ചോറ് കളയരുതെന്ന് അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. അമ്മയുടെ പ്രാർത്ഥനാ ജീവിതം സന്യാസ ജീവിതത്തിന് ഒത്തിരി ഉപകാരമായി എന്ന് സിസ്റ്റർ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. എൻ്റെ അമ്മ അക്ഷരാഭ്യാസം ഇല്ലാത്തൊരമ്മയാണ്. പക്ഷേ പിന്നീട് സാക്ഷരതയിൽപ്പെട്ടതാണ് അമ്മ നല്ല ഉത്സാഹവും. അപ്പോൾ അമ്മയുടെ സാഹചര്യം ഒത്തിരി സ്കൂളിലൊന്നും പോകാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. പിന്നെ ചാച്ചന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ചാച്ചൻ ഞങ്ങൾ ഇടവക ഈ കരിക്കോട്ടക്കരി ഇടവകയിൽ വന്നപ്പം ചാച്ചന്, അതായത് ആ ഇടവകയിലുള്ള ഒരുവിധം കുടുംബനാഥന്മാർക്ക് ഇടവകയിലെ അച്ഛൻ ട്യൂഷനൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ അവരൊക്കെ നാടകമൊക്കെ കളിക്കുന്ന ആൾക്കാരായിരുന്നു എന്നൊക്കെ വളരെ ലേറ്റായിട്ടാണ് അതൊക്കെ അറിയുന്നത്. അങ്ങനെ കൊടുക്കുക. അപ്പോൾ ചാച്ചന് ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അടുത്ത് വന്ന് നോക്കി നിൽക്കും. സ്പെല്ലിങ്ങൊക്കെ തെറ്റുമ്പോൾ ഇതെന്താണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞ് തെറ്റിപ്പോയി ഇതൊന്നുകൂടെ വായിച്ചേ എന്ന് പറഞ്ഞ് അപ്പോഴാണ് മനസ്സിലാകുന്നത് ചാച്ചനിത് വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് എന്നോട് വായിക്കാൻ പറയുന്നതെന്ന്. മാതാപിതാക്കളുടെ പ്രാർത്ഥനാ ജീവിതം എത്രമാത്രം സ്വാധീനിച്ചു? തീർച്ചയായിട്ടും. അവർ ഞങ്ങൾക്ക് സന്ധ്യാപ്രാർത്ഥന കുടുംബത്തിൽ എന്നുകൊണ്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് ഒരു സംസാരം ഉണ്ടായിരുന്നു. അതിലാണ് നാട്ടുവിശേഷം വീട്ടുവിശേഷം എല്ലാം പറയുന്നത്. ലേറ്റായിട്ടായിരിക്കും. അന്ന് ഇന്നത്തെ പോലെ ഒന്നും TV ഒന്നും ഇല്ലല്ലോ. അപ്പോൾ കുരിശ് വരച്ച് അത്താഴം കൂടിയും കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ മക്കളും അപ്പനും അമ്മയും എല്ലാവരും കൂടെ കൂടി സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇടശ്ശേരിത്തടത്തിൽ ഉലഹന്നാൻ അന്നക്കുട്ടി ദമ്പതികളുടെ 9 മക്കളിൽ ഒരാളെ സന്യാസ ജീവിതത്തിനായി വിട്ടുകൊടുത്തതിൽ സന്തോഷിക്കുകയാണ് ഈ കുടുംബം. വലിയ കുടുംബത്തിൻ്റെ ഐശ്വര്യവും സന്തോഷവും നമുക്കിവിടെ ദർശിക്കുവാൻ കഴിയും. സിസ്റ്റർ വന്ദനയുടെ ബാല്യകാലത്തിൽ തന്നെ സന്യാസ ജീവിതത്തിൻ്റെ വിത്തുപാകുവാൻ ഈ കുടുംബാംഗങ്ങൾ കാരണമായി. ഇവരുടെ ഉള്ളുരുകിയ പ്രാർത്ഥനയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളുമാണ് ഇന്നും സന്തോഷപൂർവം സന്യാസ ജീവിതം നയിക്കുവാൻ സിസ്റ്റർ വന്ദനയ്ക്ക് കാരണമാകുന്നത്. വൃദ്ധരായ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സന്തോഷവും തങ്ങളുടെ മക്കളിലൊരാൾ സന്യാസ ജീവിതം നയിക്കുന്നു എന്നതിലാണ്. സാധുജന സേവനത്തിനായി ജീവിതം വിട്ടുകൊടുക്കുവാൻ സിസ്റ്ററിന് പ്രചോദനം ലഭിച്ചതും ഈ കുടുംബത്തിൽ നിന്നാണ്. സ്നേഹബന്ധത്തിൻ്റെ ഊഷ്മളതയിൽ കഴിയുന്ന കുടുംബങ്ങളിൽ നിന്നാണ് നല്ല ദൈവവിളികൾ ഉണ്ടാകുകയുള്ളൂ എന്ന് ഇവരിലൂടെ നാം തിരിച്ചറിയേണ്ടതുണ്ട്.
സിസ്റ്റർ വന്ദനയുടെ സന്ദർശനവും സാമീപ്യവും ഇളം മനസ്സുകളിലും കാരുണ്യത്തിൻ്റെ വാതിൽ തുറക്കപ്പെടാൻ ഇടയാക്കുന്നു. പിഞ്ചു ഹൃദയങ്ങളിൽ ദൈവസ്നേഹം ചൊരിയപ്പെടുമ്പോഴാണ് സന്യാസ ദൈവവിളിയോടുള്ള സ്നേഹം അവരുടെ ഹൃദയങ്ങളിൽ പൊട്ടിമുളയ്ക്കുന്നത്. സന്യാസ ജീവിതത്തോട് പുലർത്തുന്ന ആദരവും സ്നേഹവും കണ്ടുവളരുന്ന കുടുംബങ്ങളിൽ നിന്നാണ് നല്ല ദൈവവിളികൾ ഉണ്ടാകുകയുള്ളൂ. കുഞ്ഞുനാളിൽ തന്നെയാണ് സന്യാസ ദൈവവിളികളുടെ വിത്തുകൾ പാകപ്പെടുന്നത് എന്നുകൂടി നാം ഓർക്കേണ്ടതാണ്. സ്കൂളിൽ ഞാൻ പ്രൈമറി സ്കൂളിൽ 4ാം ക്ലാസ് വരെ കരിക്കോട്ടകരിയിലാണ് പഠിച്ചത്. പിന്നെ 4ന് ശേഷം 5ാം ക്ലാസ് മുതൽ ഹൈസ്കൂൾ, പിന്നെ 10ാം ക്ലാസ് വരെ എടൂര് സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ എടൂര് പോകുമ്പം 4.5 കിലോമീറ്ററോളം നടക്കണം. അപ്പോൾ ഞങ്ങൾ കൂട്ടുകാർ എല്ലാവരും ഒന്നിച്ച് നടക്കും. ഒരു ഗ്രൂപ്പ് കുട്ടികളുണ്ടായിരിക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ നടക്കാനായിട്ട്. ഞങ്ങളുടെ ഒരല്പം പ്രായമുള്ള എന്ന് വെച്ചാൽ സീനിയർ ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അവളായിരുന്നു പിന്നെ എലിയാമ്മ എന്ന് പറയും അവളുടെ പേര്. അവളാണ് ഞങ്ങളുടെ ലീഡർ, യാത്രയിലുള്ള ലീഡർ. പിന്നെ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും സ്കൂളിൽ പോകുന്ന ആ കാലഘട്ടം എനിക്കൊരിക്കലും മറക്കാനായിട്ട് പറ്റില്ല. കാരണം ഞങ്ങൾക്ക് ഈ ലീഡറിൻ്റെ സഹായത്തോടു കൂടി അവൾ ആണ് നിയന്ത്രിക്കുന്നത് ഞങ്ങളെ. ഒരു ജപമാല ഞങ്ങൾ ചൊല്ലുമായിരുന്നു. അതിനുശേഷം കുറച്ച് സമയം ഞങ്ങൾ മൗനമായിട്ട്, ആരും മിണ്ടരുതെന്ന് പറയും. അപ്പം ഞങ്ങൾക്ക് മൗനമായിട്ട് പോകണം, മിണ്ടാതെ പോകണം എന്നുള്ള അത്രേ അറിയത്തുള്ളൂ. അപ്പോൾ അത് ആ കൊന്ത ചൊല്ലിയിട്ട് ഉള്ള ഒരു ധ്യാനമായിരുന്നു എന്ന് മഠത്തിൽ വന്നതിന് ശേഷമാണ് എനിക്കത് മനസ്സിലാവുന്നത്. പിന്നീട് ഞങ്ങൾ ആർത്തട്ടഹസിച്ച് കളിച്ചുല്ലസിച്ചൊക്കെയാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നതും അതുപോലെ തന്നെ പോകുന്നതും. കുഞ്ഞുനാളിൽ തന്നെ ദൈവവിളിയെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടായതായിട്ട് ഓർമ്മയുണ്ടോ? ഉണ്ട്. ഞങ്ങൾ ചെറുപ്പകാലത്ത് തന്നെ ഈ മിഷൻ ലീഗിൻ്റെ കുഞ്ഞേട്ടൻ ഞങ്ങളുടെ പള്ളിയിൽ വരികയും അതുപോലെ തന്നെ കുഞ്ഞേട്ടൻ ഒരു ക്ലാസ്സൊക്കെ എടുക്കുകയും ചെയ്തു. അതിൽ കുഞ്ഞേട്ടൻ്റെ ഒരു പ്രസംഗം, ആ പ്രസംഗം എന്നെ വളരെ ടച്ച് ചെയ്തു. അന്ന് തുടങ്ങി എനിക്ക് ഒരു സിസ്റ്റർ ആവണം എന്നുള്ളൊരാഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ കൂട്ടുകാരോടാരോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഈ മിഷന് പോകണം, മിഷൻ ലീഗിൻ്റെ അല്ലേ കുഞ്ഞേട്ടൻ, അപ്പം മിഷന് പോകണം എന്നുള്ളൊരു താല്പര്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ സൊഡാലിറ്റിയിലെ അംഗങ്ങളാണ്, അതുപോലെ തന്നെ മിഷൻ ലീഗിൻ്റെ അംഗങ്ങളാണ്. അപ്പം സുഹൃദേവങ്ങൾ ചൊല്ലിക്കൂട്ടും, അങ്ങനെ മത്സരിക്കും ഞങ്ങൾ കൂട്ടുകാർ. ഏറ്റവും കൂടുതൽ സുഹൃദേവങ്ങളും പുണ്യപ്രവർത്തികളൊക്കെ ചെയ്യുന്നവർക്ക് സമ്മാനമുണ്ടെന്ന് അധ്യാപകർ പറയുമായിരുന്നു. പിന്നെ ആഴ്ചയിൽ ഞങ്ങൾ കുമ്പസാരിച്ച് കുർബാന കൈക്കൊള്ളും. അത് ശനിയാഴ്ച ദിവസമാണ്. പിന്നെ മാതാവിനോട് കൂടുതൽ ഭക്തി ഉണ്ടാക്കണമെങ്കിൽ നൊയമ്പ് നോക്കണമെന്ന് നൊയമ്പ് നോക്കുകയും ഒരു നേരം കാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നൊയമ്പ് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ആങ്ങളമാരൊക്കെ ചെറിയ പിള്ളേരാണ്. അവരൊക്കെ ഭയങ്കര കുശുമ്പ്. അവരെന്നിട്ട് ഈ മീൻ വറുത്തതൊക്കെ കൊണ്ടുവന്ന് ചോറിൽ ഒളിച്ചു വയ്ക്കും. പക്ഷെ ഇങ്ങനെ കഴിച്ചു വരുമ്പോഴായിരിക്കും നമുക്ക് മീൻ കഷ്ണം കിട്ടുന്നത്. അപ്പോൾ അന്നത്തെ നൊയമ്പ് പോയില്ലേ, അത് അന്നേരം ഇങ്ങനെ കരയുമ്പം പോയി അമ്മ അവരുടെ ചെവിക്ക് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് സമാധാനമായി, അവർക്കിട്ട് ഒരു ഞുള്ളു കിട്ടിയല്ലോ എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെയൊക്കെ ഞങ്ങൾ കളിച്ചും ചിരിച്ചും ഒക്കെ ചെയ്യുമായിരുന്നു. മഠത്തിൽ ചേരണമെന്ന് എപ്പോഴാണ് സിസ്റ്റർ വീട്ടിൽ അവതരിപ്പിച്ചത്? മഠത്തിൽ ചേരണം എന്നുള്ളത് ഞാൻ അറിയിക്കുന്നത് 10ാം ക്ലാസ് പാസ്സായതിന് ശേഷമാണ്. പാസ്സായി കഴിഞ്ഞ് ഈ ഏറ്റുമാനൂർ വിദേശത്തേക്ക് പിന്നെ കുട്ടികളെ അയക്കുന്നുണ്ട്, ഭാഷ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് കുട്ടികളെ അയക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ കേട്ടിരുന്നു. അതെങ്ങനെയാണ് കേട്ടതെന്ന് ഇപ്പം എനിക്ക് ഓർമ്മിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഏറ്റുമാനൂർ പോയി ഒരു മാസത്തെ ഇറ്റാലിയൻ ഭാഷയും അതുപോലെ ഞാൻ ഫ്രാൻസിന് പോകാനാണ് ആഗ്രഹിച്ചത്. എൻ്റെ കൂട്ടുകാർ ഫ്രാൻസിലേക്കാണ് പോകാനായിട്ട്. അപ്പോൾ ഈ ഭാഷ 2 കൂട്ടരെയും ഒരുമിച്ച് പഠിപ്പിക്കും. ഞങ്ങൾ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഭാഷ പഠിച്ചു കഴിഞ്ഞ് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന കുട്ടികൾക്കൊക്കെ വീസ കിട്ടി, അവർ കയറിപ്പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞാൻ പോയില്ലല്ലോ, വീസ കിട്ടിയ ഉടനെ തന്നെ ഞങ്ങൾ കാത്തു നിൽക്കും, നീ പേടിക്കൊന്നും വേണ്ട, ഞങ്ങളവിടെ ഉണ്ട്, നീ വരുമ്പം പിന്നെ സ്വീകരിക്കാനെന്ന് പറഞ്ഞു. അപ്പം ഒരാഴ്ച അന്ന് ഈ കണ്ണൂർ കളക്ട്രേറ്റിൽ നിന്ന് വിസ അടിച്ചു കിട്ടുമായിരുന്നു.
ബാംഗ്ലൂരോ അല്ലെങ്കിൽ മെഡ്രാസിലൊന്നും പോകേണ്ട ആവശ്യമില്ല ഇന്നത്തെ പോലെ. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച എൻ്റെ ചാച്ചൻ ഈ കണ്ണൂർ കളക്ട്രേറ്റിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. 8ാം ദിവസം വരുന്നത് കണ്ട് വാടിത്തളർന്ന്. വീട്ടിൽ പറമ്പിൽ ഒരു പണിയും ചാച്ചൻ നോക്കുന്നില്ല, പണിക്കാരെ ശ്രദ്ധിക്കുന്നില്ല എൻ്റെ ഈ ഒരു ആവശ്യത്തിന്. അതിന് മുൻപിൽ അതിനിടയ്ക്ക് പറയുന്നുണ്ട്, നീ പോകുന്നെങ്കിൽ അങ്ങനെ പോകണമെങ്കിൽ നിനക്ക് കേരളത്തിൽ എവിടെയെങ്കിലും പോ, ഈ വിദേശത്ത് തന്നെ പോകണമെന്ന് എത്ര തന്നെ. അപ്പം വിദേശത്ത് പോയാൽ തിരിച്ചു വരാൻ പറ്റില്ല, 10 വർഷം കഴിഞ്ഞാലേ വരാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെയുള്ള ഒരു സംസാര വിഷയമുണ്ടായിരുന്നു. അപ്പോൾ എനിക്കെന്തായാലും മിഷന് പോകണം. കുഞ്ഞേട്ടൻ്റെ ആ പ്രസംഗമാണ് ഈ മിഷൻ എന്നുള്ള ആ ഒരു പിന്നെ ഒരാഗ്രഹം മനസ്സിൽ ഇങ്ങനെ മുന്നിട്ട് നിന്നിരുന്നത്. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ ആയിരുന്നപ്പോൾ ഈ പഠനകാലത്ത് ശനിയാഴ്ചയും ഞായറാഴ്ചയും വീട്ടിലെ ആടിനെ തീറ്റാനായിട്ട് പോകും. ആടിനെ തീറ്റാൻ പോകുമ്പം ദിവസങ്ങളിലുള്ള ഒക്കെ പത്രം എടുത്തുകൊണ്ട് പോകും. ആടിനെ അഴിച്ചു വിട്ടാൽ അത് അങ്ങ് തിന്നോളും. ഞങ്ങൾക്ക് പറമ്പ് കുറേയുണ്ട്, അതുകൊണ്ട് ആ പറമ്പിൽ അങ്ങനെ വിസ്തരിച്ച് ആട് നടന്ന് തിന്നോളും. അപ്പോൾ ഒരു കല്ലിൻ്റെ മുകളിൽ കയറി നിന്നാണ് ഞാൻ ഈ പത്രം വായിക്കുന്നത്. പത്രവാർത്തയിൽ എന്തെങ്കിലുമൊക്കെ അപകട മരണങ്ങൾ, അതുപോലെ തന്നെ ഈ കൊലപാതകങ്ങൾ, കുത്തിക്കൊന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അവർ പാപികളായില്ലേ, അവർക്ക് വേണ്ടി എന്തെങ്കിലും പരിത്യാഗം ചെയ്യണമെന്ന് വിചാരിച്ച് പടയഞ്ച, ഈ ആടിനെ തീരുന്ന പടയഞ്ച ഉണ്ട് പറമ്പിൽ, ആ പടയഞ്ചയിൽ മുട്ടുകുത്തി നിന്ന് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ മിഷന് പോകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ വീട്ടിൽ പറയുന്നത് ഇങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്താണ്. ഏറ്റവും അത് ഫ്രാൻസിലേക്ക് ആടെ എടുക്കുന്നുണ്ട്. ഇടവകയുടെ ഒരു അച്ഛൻ ഇങ്ങനെ ആടെ കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഒരുപാട് പേരെ അച്ഛൻ അങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അച്ഛൻ്റെ ബന്ധക്കാരും സ്വന്തക്കാരും ഒക്കെ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അവരറിഞ്ഞു പ്രവർത്തിപ്പെടുന്നുള്ള താല്പര്യമായിരുന്നു. അവിടെ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇവിടെ തലശ്ശേരി പോയി. തലശ്ശേരി കൂടിയാണല്ലോ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് പാരവനാരൊന്ന് കയറി പിതാവ് അവിടെ ഉണ്ടെങ്കിൽ പിതാവിനോട് ഇങ്ങനൊരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് പോയിക്കോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി അവിടെ കയറി. പിതാവ് ദൈവാനുഗ്രഹത്തോടെ ഇല്ല. ഏതായാലും നമ്മുടെ ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് പോയിട്ട് വരാം, അറിയാം, ദൂരം അറിയിച്ച് വരാം. ശരി, എന്നാൽ അങ്ങനെ കേട്ടോ. അപ്പം നാട്ടിൽ നമ്മുടെ വീട്ടും തറവാടൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും അവിടെ താമസമുണ്ട്. അവിടുന്ന് പിള്ളേരെയും കൂട്ടി ഈ അച്ഛനുള്ള സ്ഥലത്ത് വണ്ടിയിൽ ചെന്നു. ഇങ്ങനെ കേട്ടല്ലോ വെച്ചാൽ എന്താ എന്നൊക്കെ ചോദിച്ചു. ഉണ്ട്, ഞാൻ അങ്ങനെ ആൾക്കാരെ പിള്ളേരെ കൊടുക്കുന്നുണ്ട്. പ്രധാനത്തിന് ഒരു ടീച്ചർ ഇവിടെ ഒന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്, 1 മാസത്തെ കോഴ്സാണ് എന്നതാ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ ഇവിടെ വന്നിട്ട് കൊണ്ടുപോയിക്കോളും എന്ന് പറഞ്ഞു. ശരി. ഫ്രാൻസിസ് വന്ന ഒരു ശിഷ്യരായി ക്ലാസ് എടുക്കുന്നു, 1 മാസത്തെ കോഴ്സേ വേണ്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ അവർ വന്ന് കൊണ്ടുപോയിക്കോളും എന്ന് പറഞ്ഞു. എന്നാൽ ശരി, അങ്ങനെ ആട്ടെന്ന് പറഞ്ഞു. അപ്പോൾ 1 മാസത്തേന് 75 ഉറുപ്പ്യ ഫീസ്. അതും കൊടുത്തു ഏർപ്പാടെടുത്ത് ഞാൻ തിരിച്ച് നാട്ടിൽ ചെന്ന് ചിറ്റപ്പനോടും പിള്ളേരോടും പറഞ്ഞു, ഇതുപോലെ 1 മാസം കഴിയുമ്പം നിങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരണം, എനിക്കിവിടെ വലിയ തിരക്ക് പണിയാണ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങ് കൊണ്ടുവന്നല്ല അവിടെ എന്ന് പറഞ്ഞേ. അങ്ങനെ ആയിക്കോട്ടെ അവൻ സംബന്ധിച്ചു. ഞാനേ പോവുകയും ചെയ്തു. ഈ 1 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിവിടെ നിന്നാൽ മതിയോ, കൊച്ചിലെ കൊണ്ട് വീട്ടിൽ അവർ കൂട്ടിക്കൊണ്ട് വന്നു. അന്നേരം തന്നെ നാട്ടിലേക്ക് പോയി. അവിടെ ചെന്നു, അവിടുന്ന് പിള്ളേരെയും കൂട്ടി അച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ അച്ഛൻ അവിടെ ഇല്ല. അങ്ങനെ കൊച്ചിനെ കൂട്ടി ഞാൻ എൻ്റെ പോലെ ചെയ്തു. അത് കഴിഞ്ഞ ശേഷമാണ് ഇപ്പം ഇവിടെ സീറ്റ് കിട്ടാമെന്ന് വെച്ചതായിരുന്നു കരിക്കോട്ടക്കല്ലിൽ ഒരു ടീച്ചറിൻ്റെ വീട്ടിലേക്ക്. അത് കഴിയാലൊന്നും തള്ളി മടത്തി പോകണമെന്ന് പറഞ്ഞ വാശിയായി. പിന്നെ അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് 1-2 കുട്ടികൾ പോയിട്ടുണ്ട് പെട്ടുകുത്തേക്ക്. അപ്പോൾ അങ്ങോട്ട് പോകണമെന്നാണ് താല്പര്യം. ശരി, അങ്ങനെ ആയിക്കോട്ടെ, എൻ്റെ ആഗ്രഹമല്ലേ, അങ്ങനെ നടക്കട്ടെ ഞാൻ പറഞ്ഞു. അതിനെ സംബന്ധിച്ച് അവിടെ കൊണ്ടാക്കി
അവിടെ ഇന്ന് വരെ അവർ BSc വീണ്ടും പാസ്സാക്കി, അവരുടെ വിദ്യാഭ്യാസവും കൊടുത്തു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, അവിടെ സുഖമായിട്ട് തന്നെ ജീവിക്കുന്നു. ദൈവാനുഗ്രഹത്താതെ ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം കിട്ടുകയും ചെയ്തു. എന്നിട്ട് പാസ്പോർട്ട് സിസ്റ്ററിന് കിട്ടിയെന്നാണോ അതോ? പാസ്പോർട്ട് കിട്ടിയില്ല. വീണ്ടും ഞാനൊരാഴ്ചയോടെ കഴിഞ്ഞപ്പോൾ ചാച്ചനോട് ഒന്നുകൂടെ പറഞ്ഞു നമുക്കൊന്നും കൂടെ പോയി ഞാനും കൂടി വരാം, ചിലപ്പോൾ ഇന്ന് കിട്ടുവാണെങ്കിൽ പോകാമല്ലോ എന്ന് പറഞ്ഞ് എന്നെയും കൂട്ടി ചാച്ചൻ പോവുകയാണ് കണ്ണൂർക്ക്. അന്ന് കലക്ടർ അവിടെ ഇല്ല. അപ്പോൾ തിരിച്ചു വന്നപ്പം ചാച്ചൻ പറഞ്ഞു ഇപ്പം എങ്ങനായി, പോകണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കുമല്ല. എൻ്റെ ചാച്ചൻ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല, ഒരു കാര്യത്തിലൊരു ദുഃഖമോ ഒന്നും കണ്ട. ഈ ഒരു കാര്യത്തിന് പോകണമെന്ന് ശാഠ്യം പിടിച്ച് നിന്നപ്പോൾ ചാച്ചൻ കരഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ പോകുന്നില്ല, ദൈവനിശ്ചയമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങ് പോരുകയാണ്. പോരുന്ന വഴി വള്ളിത്തോട്ടിൽ ബസ് ഇറങ്ങി ഞാനും ചാച്ചനും കൂടി അങ്ങ് നടന്ന് നീങ്ങുമ്പോൾ അവിടെ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് എന്നെ വിളിക്കുന്നു, എൻ്റെ പേര്. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി, മുകളിലേക്ക് ഒരു 2 നിലയുടെ മുകളിലായിരുന്നു. അപ്പോൾ ചാച്ചനാണ് ചോദിക്കുന്നത് മോളെന്നാ ചെയ്യുന്നത് ഇവിടെ എന്ന്. അപ്പോൾ ഞാൻ ഹിന്ദി പഠിക്കുക, എന്നാൽ ഇവളുടെ പേരും കൂടി എഴുതിക്കോ എന്ന്. ഞാൻ മനസ്സോടെയല്ല ചേരുന്നത്, ചാച്ചനാണ് എൻ്റെ പേര് കൊടുക്കുന്നത്. പിറ്റേ ദിവസം തുടങ്ങി ചാച്ചൻ പറഞ്ഞു സ്കൂളിൽ പോയിക്കോളാൻ പറഞ്ഞു, ഹിന്ദി ക്ലാസ്സിൽ പോയിക്കോ. അങ്ങനെ 2 വർഷം ഞാൻ ഹിന്ദി വിദ്വാൻ പഠിച്ചു, പാസ്സായി. എനിക്ക് ജോലി കിട്ടി. ആ പഠിക്കുന്ന അവസരത്തിൽ എനിക്ക് കോൺവെൻറ്റിൽ പോകണമെന്ന് അത്ര താല്പര്യമൊന്നും തോന്നിയില്ല. പക്ഷേ അതിന് റീസൺ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു പാവപ്പെട്ട ഒരു കുട്ടിയോടുള്ള ഒരു പെരുമാറ്റ രീതി എനിക്ക് നേരിട്ട് കാണേണ്ടതായിട്ട് വന്നപ്പോൾ പാവങ്ങളെ ഇങ്ങനെയാണല്ലോ എന്നുള്ള ആ ബുദ്ധിമുട്ട് ഞാൻ അവളെ കുറേ സഹായിക്കുകയൊക്കെ ചെയ്തു. അപ്പം അത് ഞാൻ ആരോടും പറഞ്ഞൊന്നുമില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അലിവ് ആ കുട്ടിയോട് തോന്നി. ഇങ്ങനെയൊക്കെയാണോ, ഇത് എന്താ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ക്ലാസ്സിലെ കുട്ടികൾ 2-3 പേർക്ക് അറിയാം ആ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സിസ്റ്റർ ആവാൻ പോകുന്ന ആ കാര്യം അങ്ങോട്ട് എങ്ങനെയോ മറന്നുപോയതുപോലെ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് എൻ്റെ സ്കൂളിൽ തന്നെ എനിക്ക് ജോലി, ഒരു ലീവ് വേക്കൻസിയിൽ 3 months ഒരു ഹിന്ദി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചറിൻ്റെ ലീവ് വേക്കൻസിയിൽ എനിക്ക് ജോലി കിട്ടുക. ആ ജോലി കിട്ടി, എല്ലാ എഴുത്തുകുത്തുകളും നടന്നു, പോസ്റ്റിംഗ് എല്ലാം ആയി കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്ട്രഗിളായി. എന്നിൽ ഉറങ്ങിക്കിടന്നിരുന്ന മിഷന് പോകണം എന്നുള്ള ആഗ്രഹം വീണ്ടും തലപൊക്കി. ജോലിക്ക് കയറണോ അതോ കോൺവെൻ്റ് ഒരു സിസ്റ്റർ ആവണോ, അതെന്നെ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു കുലുക്കി. ഒരു 3 മാസം ഏകദേശം എടുത്തെന്ന് എനിക്ക് തോന്നുന്നത് ഇത് ഒരു തീരുമാനം എടുക്കാൻ. അവസാനം ഞാൻ തീരുമാനമെടുത്തു. പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പോയി. അന്ന് അഗസ്റ്റിൻ ഗീലത്തച്ഛനായിരുന്നു. അച്ഛൻ്റെ അടുത്ത് പോയി. അപ്പം ഞങ്ങൾ ഈ മിഷൻ ലീഗിലൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ട് അച്ഛന് വലിയ കാര്യമാണ് ഞങ്ങളെ ആക്റ്റീവായിട്ടൊക്കെ ലീഡറൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട്. അച്ഛൻ പറഞ്ഞു അതെന്താ നീ നേരത്തെ പറയാഞ്ഞത്, വേറെ ആർക്കെങ്കിലും കൊടുക്കണ്ടേ, അപ്പോയിൻമെൻറ്റ് നടത്തണ്ടേ, പോസ്റ്റിങ് അത് വേറെ ആർക്കെങ്കിലും കൊടുക്കേണ്ടതല്ലേ, സമയം കഴിഞ്ഞു, ഇനി എന്താ ചെയ്യുക, അങ്ങനെ പോകാനൊക്കുമോ? ഞാൻ പറഞ്ഞില്ല അച്ഛാ ഞാൻ പോവും, എനിക്ക് പോകുന്നു. ഈ കാലയളവിൽ ഞാനിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് എൻ്റെ ഫ്രണ്ടും അയൽവാസിയുമായ മേരി എന്നാണ് അവളുടെ പേര്, അന്ന് സഭയിലെ ഫസ്റ്റ് ബാച്ചിലുള്ള ഒരു സിസ്റ്ററാണ്, സിസ്റ്റർ മറിയം. സിസ്റ്റർ ഫസ്റ്റ് പ്രൊഫഷൻ കഴിഞ്ഞിട്ട് വീട്ടിൽ വരുന്നു. അപ്പോൾ എന്നെ കാണുകയാണ്. അപ്പം കോൺവെൻറ്റിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നീ വെറുതെ വന്ന് മതപേത്രിയെ കാണ് എന്ന് പറഞ്ഞു. ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. വീണ്ടും വീട്ടിൽ സ്ട്രഗിളായി വിടുകയില്ല എന്നുള്ള. അപ്പോൾ ജോലി, ഒരു മോളെ പഠിപ്പിച്ച് ജോലി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്കത് ഇട്ടെറിഞ്ഞിട്ട് പോകണം എന്നുള്ള ഒരു ഇത് വന്നപ്പോഴത്തേക്കും അച്ഛനും എല്ലാവരും എതിർത്ത് പറഞ്ഞു. എൻ്റെ ഇളയ ഒരു സഹോദരനുണ്ട്, അവൻ പറഞ്ഞത് ഇത് സ്റ്റെപ്പ് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കാലിൻ്റെ മുട്ട് ഇങ്ങനെ തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ എൻ്റെ ഇളയതാ, പോയി പണി നോക്കടാന്ന് പറഞ്ഞു. നീ ആരാ കാരണം എൻ്റെ കാലിൻ്റെ മുട്ടൊടിക്കാനായിട്ട്, അങ്ങനെ പറഞ്ഞു. ആ സമയത്താണ് എൻ്റെ മൂത്ത സഹോദരൻ കയറി വരുന്നത്. അവൻ വിവാഹം കഴിഞ്ഞ് വേറെ താമസിക്കുന്നത്. അപ്പം നീ എന്നാടി ഇങ്ങനെ മോന്തൊക്കെ വീർത്തിരിക്കുന്നതെന്ന് ഇങ്ങനെ വന്ന പാടെ ചോദിച്ചു. എൻ്റെ മുഖം കാണുമ്പോഴേ അറിയാം എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ചാച്ചനെ കാണുമ്പോഴാണ്, ചാച്ചനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ചാച്ചനെ കാണുമ്പോൾ, നിഴൽ കാണുമ്പോൾ എൻ്റെ ചങ്ക് വിങ്ങിപ്പൊട്ടുവാണ്, എന്നെ വിടുന്നില്ലല്ലോ എന്നുള്ള. അതുകൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. ഒരാഴ്ച കരഞ്ഞുകൊണ്ട് നടക്കുന്നു.
എന്നിട്ട് കുഞ്ഞാന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. കുഞ്ഞാ പറഞ്ഞു, അല്പനേരം മിണ്ടാതിരുന്നിട്ട് നീ പോയിട്ട് വാ എന്ന് പറഞ്ഞു. പോയിട്ട് വാ, ക്യാമ്പിനാണ് പോകുന്നത്. അപ്പോൾ ചാച്ചൻ പൈസ തന്നില്ല. തരാതിരുന്നാൽ എനിക്ക് പോകുകയില്ലെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ അയൽവക്കത്തുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു കൂട്ടത്തിൽ വരാനായിട്ട്. അവളുടെ ചാച്ചനാണ് കൂട്ടത്തിൽ വന്നത്. അപ്പോൾ രണ്ടുപേരും കൂടെ വരണ്ടല്ലോ, ക്യാമ്പിന് 15 ദിവസത്തെ പ്രോഗ്രാമല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ടാണ് വീട്ടിൽ നിന്ന് വരാതെ. പക്ഷെ അവൾക്ക് അഡ്മിഷൻ കിട്ടിയില്ല, എനിക്ക് അഡ്മിഷൻ കിട്ടി. ആദ്യ കാലഘട്ടത്തിലെ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? ക്യാമ്പിന് വന്നപ്പോൾ ഞങ്ങൾ 15 ദിവസത്തെ ക്യാമ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു 6 or 7 ദിവസം കഴിഞ്ഞ് കാണും. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കവർ ഷെഡിൽ ഡ്യൂട്ടി എനിക്ക് കിട്ടി. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഡ്യൂട്ടി തരും. ഓഫനേജിൽ കിട്ടും, മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള പിള്ളേരുടെ അവിടെ കിട്ടും, ഫാമിൽ കിട്ടും, കവർ ഷെഡിൽ കിട്ടും. അങ്ങനെ ഞങ്ങളുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കിച്ചണിൽ കിട്ടും. അപ്പം കവർ ഷെഡിൽ എനിക്ക് കിട്ടിയ അന്ന് ഉച്ചയായപ്പോഴത്തേക്കും എനിക്ക് പനി കൊണ്ടു. ചാണകം എനിക്ക് അലർജിയാണ്. അത് അറിയാതെ തന്നെയാണ് പോകുന്നത്. വീട്ടിൽ നിന്നാണെങ്കിലും ഞാൻ ചാണകം എടുക്കാറില്ല. അപ്പോൾ കവർ ഷെഡിൻ്റെ ഇൻചാർജ് ജസ്റ്റ് പറഞ്ഞു, കൊച്ചു പനിയല്ലേ, ഉച്ച കഴിഞ്ഞ് വരണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനതനുസരിച്ച് ഞാൻ ക്യാമ്പ് ഷെഡിൽ പോയി കിടന്നു. എൻ്റെ മേലെല്ലാം ഇങ്ങനെ പൊങ്ങമ്പനി പോലെ വന്നു. പിന്നെ ഞാൻ കിടക്കുക. 15 ദിവസത്തെ ഇത് കഴിയണ്ടേ, എൻ്റെ കൂട്ടുകാരി കൂടെ വരണമല്ലോ. അപ്പോൾ എനിക്ക് ഏറ്റവും ടച്ച് ചെയ്തത് മദർ പീത്ര അവിടെ ഞങ്ങളെ അന്വേഷിച്ച് വന്നു എന്നുള്ളതാണ്. ക്യാമ്പിന് വന്നു. വേറെ സിസ്റ്റേഴ്സിനെ ആരെങ്കിലും വിടാമായിരുന്നു, നേഴ്സ് സിസ്റ്ററുണ്ട്, ആരെങ്കിലും വിടാമായിരുന്നു. പക്ഷെ ഞങ്ങളെങ്ങനെ എന്ന് കാണാൻ വേണ്ടിയിട്ട് മദർ അവിടെ വന്നു. എന്നിട്ട് മദർ വന്നപ്പോഴത്തേക്കും ചാടി എണീറ്റ് ഞങ്ങൾക്ക് ഈ 2 തട്ടുള്ള കട്ടിലാണ്, ഇട കുറവായതുകൊണ്ട്. അപ്പോൾ മദർ പനിയൊക്കെ നോക്കി, എന്നിട്ട് സിസ്റ്ററിൻ്റെ കയ്യിൽ ടാബ്ലറ്റൊക്കെ തന്നു വിട്ടു. അപ്പോൾ അതെനിക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെ ക്യാമ്പിന് വന്നപ്പം വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ പറമ്പിൽ കൂടിയൊക്കെ നടക്കുന്ന കാണുമ്പം വെയിൽ കാറ്റത്ത് ഇങ്ങനെ പറന്ന് നടക്കുന്നത് 1. 2 കാലിൽ ചെരുപ്പ് പോലും ധരിക്കാതെ മദർ നടക്കുന്നത്. കാലിൽ നിന്ന് നല്ല റോസാപ്പൂവിൻ്റെ നിറവാണ്, പക്ഷെ ചിലപ്പോൾ ഒക്കെ ചോര പൊടിയുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ നടക്കുന്നു. ഓടി എല്ലായിടത്തും എത്തുന്ന ഒരു മദറിനെ കണ്ടു. പിന്നെ എല്ലാവർക്കും ഒരേപോലെ എല്ലാവരും ചെയ്യുന്നു ഡ്യൂട്ടി. അപ്പം പൊക്കത്തിലിരിക്കുന്ന, അതായത് സുപ്പീരിയർ ജനറലും ഫൗണ്ടേഴ്സും ആണല്ലോ മദർ പീത്ര. അപ്പം മദർ പീത്ര കഴിഞ്ഞ് പിന്നെ അസിസ്റ്റൻ്റ് തുടങ്ങി എല്ലാവരും എല്ലാ പണിയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇങ്ങനെ ടേൺ അനുസരിച്ചാണ് അത് ചെയ്യുന്നത്. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. എല്ലാ ജോലികളും ശ്രേഷ്ഠമാണെന്നും അതുപോലെ തന്നെ ഒന്നൊന്നിനേക്കാൾ മോശമല്ലെന്നും ഒന്നൊന്നിനേക്കാൾ ശ്രേഷ്ഠമല്ലെന്നും മദർ പീത്ര പറയുമായിരുന്നു. ആ തുല്യത അതെനിക്കേറെ ഇഷ്ടപ്പെട്ടതാണ്. ക്യാമ്പിന് വന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയല്ലോ. അപ്പോൾ അവിടെ ചെന്ന് മഠത്തിലെ വിശേഷങ്ങൾ പറയുന്നു, കോൺവെൻറ്റിൽ ചേരാനായിട്ട് തീരുമാനമെടുക്കുന്നു. അപ്പോൾ പേരൻസിൻ്റെ ആഭിമുഖ്യം എങ്ങനെയായിരുന്നു? ഞാൻ ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിലോട്ട് ചെല്ലുന്ന ഞാൻ ഷോർട്ട് കട്ട് എടുത്താണ് ഞാൻ വീട്ടിലോട്ട് ചെല്ലുന്നത്, എത്രയും വേഗം വീട്ടിൽ ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കൊച്ചനുജത്തി അവളിങ്ങനെ എത്തി വലിഞ്ഞ്, പൊക്കമില്ല, എത്തി വലിഞ്ഞ് അങ്ങനെ മുളകരയ്ക്കുന്നതാണ് രംഗം കാണുന്നത്. അമ്മ അടുത്തിരുന്ന് പച്ചമീൻ വിട്ടുക. ഞാൻ ആ ബാഗ് അവിടെ ഇട്ടിട്ട് കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് അരകല്ല് മേടിച്ചിട്ട് ഞാൻ ആ മുളകരച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ അവളെ കൊണ്ട് മത്തി വെട്ടിക്കാൻ മേലായിരുന്നു, അമ്മ അരക്കത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. അന്നേരം അമ്മ പറഞ്ഞു, അവൾ വെട്ടിയ പകുതി കാണിയല്ല, അതുകൊണ്ട് ഞാൻ അവളിൽ നിന്ന് അരച്ച് പഠിക്കട്ടെ. അപ്പം ഞാൻ മഠത്തിൽ പോരുന്നത് വരെ അവൾ എൻ്റെ കൂട്ടത്തിലാണ് കിടന്നിരുന്നത്. അവളെ ഞാനാണ് നോക്കി. അവളുടെ ഇളയ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനാണ് പിന്നെ അവളുടെ പിന്നെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും ഒക്കെ. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായിപ്പോയി. കൊച്ച് അപ്പോൾ അത്രയും താല വെച്ചു. 3 ആൺകുട്ടികൾ കഴിഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയാണല്ലോ. അപ്പോൾ എല്ലാവരും അവളെ അങ്ങോട്ട് പൊക്കി അടിച്ച് അങ്ങനെ താലോലിച്ചിട്ട് അങ്ങനെ വളർത്തുന്നത് കൊണ്ട്. അപ്പോൾ ഞാൻ പോകാൻ തീരുമാനിച്ചു. എന്നെ വിടും എന്നുള്ളത് എനിക്ക് ബോധ്യമായി. ഞാൻ പോരുവാണ്. ആർക്കും എതിർപ്പില്ലായിരുന്നു. അമ്മ പറഞ്ഞു, അവൾക്കിഷ്ടമാണെങ്കിൽ അവൾ പോട്ടെ എന്ന് അങ്ങനെ പറഞ്ഞു.
കാരണം അതിനു മുമ്പും കല്യാണാലോചനയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട് അമ്മ പറഞ്ഞു അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയെന്ന്. അപ്പം കോൺവെൻറ്റിൽ പോയാൽ ഒരു ഫംഗ്ഷന് വരാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് അനിയത്തിക്ക് കല്യാണം ആലോചിക്കുക. എൻ്റെ നേരെ ഇളയത് അനുജത്തിയാണ്. അപ്പോൾ അവളെ കല്യാണം കഴിച്ചു. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ സീനിയറായിട്ട് പഠിച്ചിരുന്ന ഒരു ചെറുക്കനെയാണ്. അപ്പം തരക്കേടില്ല, പിന്നെ സ്വഭാവമൊക്കെ നല്ലത്. അങ്ങനെ പരിചയമുള്ള ഒരു പയ്യനെ കൊണ്ടാണ് കീഴ്പള്ളിയിലാണ് അവളെ കെട്ടിക്കുന്നത്. അപ്പോൾ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് കല്യാണം പെട്ടെന്നാക്കി. കല്യാണം കഴിഞ്ഞ് വ്യാഴാഴ്ച ചെറുക്കൻ്റെ കൂട്ടത്തിൽ അവളങ്ങ് വലിയ കരച്ചിലോട് കൂടിയിട്ട് അവളങ്ങ് പോകുന്നു. വെള്ളിയാഴ്ച അഡ്മിഷൻ. സാധാരണ വെള്ളിയാഴ്ചയായിരിക്കും ഞങ്ങളുടെ അഡ്മിഷൻ എന്ന് പറയും. ക്യാമ്പിന് വിളിക്കുന്നതും അങ്ങനെ തന്നെ. വെള്ളിയാഴ്ച വന്ന് വെള്ളിയാഴ്ച തിരിച്ചു പോകുന്നു. അപ്പോൾ വെള്ളിയാഴ്ച ഞാനിഞ്ഞ് പോന്നപ്പോൾ അമ്മ ഭയങ്കരമായിട്ട് കരയുവാണ്. അമ്മ പറഞ്ഞു അവൾക്ക് പോകണമെങ്കിൽ പോയാൽ പോരായിരുന്നു, എൻ്റെ കൊച്ചിനെ അങ്ങനെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ പോയി എന്ന്. അപ്പോഴാണ് ഞാൻ പിന്നെ അമ്മയെപ്പറ്റി ചിന്തിക്കുന്നത്. അമ്മ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 90 ദിവസം ആകുന്നില്ലായിരുന്നു, യൂട്രസ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ. അപ്പോൾ 90 ദിവസം ആകുന്നതിന് മുമ്പ് അമ്മയ്ക്ക് ഹെൽപ്പിന് ആരും ഇല്ലല്ലോ എന്ന് ഞാൻ പോരുന്ന വഴിക്കാണ് ചിന്തിക്കുന്നത്. അത് ഒരു ശകലം കടുപ്പമായി പോയിരുന്നോ എന്നറിയത്തില്ല. തലേ ദിവസവും പിറ്റേ ദിവസം 2 പെൺകുട്ടികൾ. ഞാൻ പറഞ്ഞു സാരമില്ല അമ്മയാ, ദൈവം നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങ് പോരുന്നു. പിന്നെ അമ്മയൊന്ന് തിരിഞ്ഞു നോക്കണം എന്ന് ഓർത്ത് പകുതി വഴിയായപ്പോഴാണ് നോക്കിയില്ല. എൻ്റെ കൂട്ടത്തിൽ പിന്നെ ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു, ചാച്ചനും ഒക്കെ ഉണ്ടായിരുന്നു. കൂടുതൽ ജീവിതാനുഭവങ്ങളുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.